കാലം ചിലപ്പോൾ അങ്ങനെയാണ്. അത് നേർവിപരീത ദിശയിൽ കറങ്ങി വരും. ലിവർപൂളിനെയും മുഹമ്മദ് സലാഹിനെയും നോക്കൂ. പ്രീമിയർ ലീഗ് കിരീടത്തിൽ ചുവന്ന റിബൺ കെട്ടിയ ദിവസങ്ങളും ആഘോഷരാവുകളും കടന്നുപോയി. പുതിയ യുഗപുരുഷനെന്ന് കരുതപ്പെട്ട അർനെ സ്ലോട്ട് തിരിച്ചടികളിൽ തലയുയർത്താനാകാതെ നിൽക്കുന്നു. ക്ലബിന്റെ ടൈറ്റിൽ റേസും റെക്കോർഡ് ട്രാൻസ്ഫറുകളും ചോദ്യചിഹ്നമായി മാറി. ആൻഫീൽഡിലെ രാത്രികളിലെയും ക്ലോപ്പിന്റെ ചാൻഡുകളിലെയും ഹീറോയായ മുഹമ്മദ് സലാഹ് കൊച്ചിനും ക്ലബിനും നേരെ വാളെടുത്തതാണ് പുതിയ വാർത്ത. പോയ ഡിസംബറിൽ നിന്നും മറ്റൊരു ഡിസംബറിലേക്ക് കലണ്ടർ മറിഞ്ഞു വന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തിരിഞ്ഞിരിക്കുന്നു. എന്താണ് സലാഹിന്റെ പ്രശ്നം? സലാഹും കൊച്ചും തമ്മിൽ ഉടക്കിയത് എവിടെയാണ്? ഈജിപ്ഷ്യൻ മിശിഹായുടെ അടുത്ത പ്ലാൻ എന്താണ്? പരിശോധിക്കാം. താൻ അവഗണിക്കപ്പെടുകയാണെന്ന തോന്നൽ സലാഹിന്റെ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. പോയ 2 മത്സരങ്ങളിലും ബെഞ്ചിലിരുത്തിയത് അയാളുടെ അഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. പിന്നാലെ ലീഡ്സ് യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ 1 മിനിറ്റ് പോലും കളത്തിലേക്ക് ഇറക്കാതായതോടെ സലാഹിന് കാര്യങ്ങൾ കയ്യിന്നുപോയി. മത്സരത്തിന് പിന്നാലെ നേരെ പോയത് എലാൻഡ് റോഡിലെ മിക്സഡ് സോണിലേക്ക്. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ സലാഹ് അല്പം ഇടർച്ചയോടെ പ്രതികരിച്ചു തുടങ്ങി. 90 മിനിറ്റും ബെഞ്ചിലിരിക്കുന്നു എന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഇങ്ങനെ സംഭവിക്കുന്നത് 3ാം തവണയാണ്. എൻ്റെ കരിയറിൽ ഇതാദ്യം. ഞാൻ വളരെ നിരാശനാണ്. ഒരുപാട് വർഷങ്ങളിലായി ഈ ക്ലബിനായി ഞാൻ ഒരുപാട് നൽകിയവനാണ്, പ്രത്യേകിച്ചും പോയ സീസണിൽ. എന്നിട്ടും എന്നെ ക്ലബ്ബ് ചതിച്ചു. കുറ്റങ്ങളെല്ലാം എന്നിലേക്കാണ് ചാർത്തുന്നത്. പോയ സമ്മറിൽ ക്ലബ് എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ ഞാൻ ബെഞ്ചിലാണ്. വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കോച്ച് അർനെ സ്ലോട്ടുമായി മികച്ച ബന്ധം എനിക്കില്ല. അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. ഈ പറയുന്നതെല്ലാം മുഹമ്മദ് സലാഹാണ് എന്ന് ഓർക്കണം. ക്ലബ് ചരിത്രത്തിലെ ആദ്യ ഈജിപ്ഷ്യൻ പ്ലെയറായി 2017 സമ്മർ സീസണിലാണ് സലാഹ് ആൻഫീൽഡിന്റെ പടി കടന്നു വരുന്നത്. അന്നത്തെ ക്ലബ് റെക്കോർഡായ 43 മില്യൺ യൂറോയാണ് സലാഹിനായി എറിഞ്ഞത്. പ്രീമിയർ ലീഗ് പോലൊരു വേദിയിൽ ഒരു ഈജിപ്ഷ്യൻ താരം എത്രത്തോളം തിളങ്ങുമെന്ന വലിയ ചോദ്യം പലരും ഉയർത്തിയിരുന്നു. പക്ഷേ ആദ്യ സീസണിൽ തന്നെ കണ്ടത് ഒരു വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ്. ഹോം എവേ വ്യത്യാസങ്ങളില്ലാതെ അയാൾ മജീഷ്യനായി മാറി. നൈൽ നദി പോലെ ഇരമ്പി വന്ന അയാളെ പിടിക്കാൻ ഡിഫൻഡർമാർ പാടുപെട്ടു. ആദ്യ സീസണിൽ തന്നെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ ഇയർ, ക്ലബിന്റെ ഗോൾഡ് റെക്കോർഡും തിരുത്തി. കൂടെ 36 ഗോളുകളുമായി മെസ്സിയെയും ഹാരി കെയ്നെയും തള്ളി യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ ടോപ്പ് സ്കോറർ പദവിയും തൊട്ടു. അതോടെ ഇയാൾ 1 സീസൺ വണ്ടറാണെന്നായി വാദം. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീടുള്ള വർഷം ചാമ്പ്യൻസ് ലീഗും ഗോൾഡൻ ബൂട്ടും വീണ്ടും തൂക്കി. ലിവർപൂളിന്റെ നല്ല കാലങ്ങളിലെല്ലാം മുന്നണി പോരാളിയായി സലാഹ് മാറി. 1 സീസൺ വണ്ടർ എന്ന് വിളിച്ചവർ ഓൾ ടൈം ഗ്രേറ്റ് എന്ന് വിളിച്ചു. യൂർഗൻ ക്ലോപ്പ് പോയി അർനെ സ്ലോട്ട് വന്നിട്ടും അയാൾക്കൊന്നും സംഭവിച്ചില്ല. പോയ സീസണിൽ കണ്ടത് അയാളുടെ പ്രൈമായിരുന്നു. അതോടെ കിരീടം വീണ്ടും ലിവർപൂളിന്റെ അലമാരയിലെത്തി. ഒരു വേള അയാൾ ബാലൻഡിയോർ വരെ നേടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. തകർപ്പൻ പ്രകടനം പുറത്തെടുത്തതോടെ 2 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകാൻ ക്ലബ്ബും നിർബന്ധിതരായി. അങ്ങനെ ആരവങ്ങൾക്കൊടുക്കം പുതിയ സീസൺ തുടക്കമായി. നാളിന്ന് വരെ ബ്രിട്ടീഷ് മാർക്കറ്റിൽ ഒരു ടീമും എറിഞ്ഞിട്ടില്ലാത്ത അത്രയും വലിയ തുകയെറിഞ്ഞ് ലിവർപൂൾ താരങ്ങളെ വാരിക്കൂട്ടി. ലിവർപൂൾ കിരീടം നിലനിർത്തുമെന്ന് തന്നെയായിരുന്നു പരക്കെയുള്ള വിശ്വാസം. പക്ഷേ ഫുട്ബോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ഗെയിമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. പ്രതീക്ഷകൾ മല പോലെയുള്ള സീസണിൽ ലിവർപൂളിന്റെ തോൽവികൾ സ്ഥിരം വാർത്തയായി. ഇളകാത്ത കോട്ടയായ ആൻഫീൽഡ് ആടി ഉലഞ്ഞു. കൈവിടാത്ത കാണികൾ മത്സരം തീരും മുമ്പേ ഗാലറി വിട്ടെണീറ്റു. കോച്ചും ഡിഫൻസും മുതൽ ഒട്ടേറെ കാരണങ്ങൾ ഈ പരാജയങ്ങൾക്ക് നികത്താനുണ്ടായിരുന്നു. സലാഹിന്റെ പെർഫോമൻസും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. പോയ സീസണിൽ ഡിസംബറിലെ ഇതേ കാലയളവിൽ സലാഹ് 11 ഗോളുകൾ പേരിലാക്കിയിരുന്നു. ഈ വർഷം ഇതുവരെ 4 എണ്ണം മാത്രം. അസിസ്റ്റുകളുടെ എണ്ണവും കാര്യമായി കുറഞ്ഞു. പക്ഷേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ തന്റെ കണക്കുകൾ പോയ സീസണിലും മെച്ചപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ സലാഹിന് വാദിച്ചു നോക്കാം. പോയ സീസണിൽ സലാഹിന് പന്തെത്തിച്ചിരുന്ന അലക്സാണ്ടർ ആർണോൾഡ് ഇന്ന് റയലിലാണ്. ഡാർവിൻ ന്യൂനസുമായും ലൂയിസ് ഡിയാസുമായുള്ള റാപ്പോ ഫ്ലോറിൻ വിറ്റ്സുമായോ അലക്സാണ്ടർ ഇസാക്കുമായോ വന്നിട്ടുമില്ല. തന്നെ മാത്രം വിലയിരുത്താതെ കോഡി ഗ്വെപ്പോ, ഇബ്രാഹിമ കൊണാറ്റെ, മാക്കലിസ്റ്റർ എന്നിവരുടെ എല്ലാം കാര്യം എന്താണെന്ന് നോക്കൂവെന്നും സലാഹിന് ചോദിക്കാം. സലാഹിന് ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ കാരണങ്ങൾ പലതുമുണ്ടെങ്കിലും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ സലാഹിനോട് ഇനി ലിവർപൂളും പൊറുക്കില്ല. ചാമ്പ്യൻസ് ലീഗിനായി മിലാനിലേക്ക് പോയ ഫ്ലൈറ്റിലും സലാഹില്ല. അപക്വവും സെൽഫിഷുമായ ചെയ്തിയായാണ് സലാഹിനെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം അർനെ സ്ലോട്ടിന്റെ പ്രതികരണവും വരാനുണ്ടാകും. പ്രീമിയർ ലീഗിൽ ബ്രൈറ്റനെതിരെയാണ് ലിവർപൂളിന്റെ അടുത്ത അംഗം. അതിനുശേഷം ആഫ്രിക്കൻ നേഷൻസ് ലീഗിനായി സലാഹ് പോകുമെന്ന് നേരത്തെ പറഞ്ഞുറപ്പിച്ചതാണ്. അഥവാ സലാഹ് ലിവർപൂളിനായി തന്റെ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞെന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട്. ലിവർപൂളിനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും സലാഹി ചെയ്തത് വിവേകമല്ല, വികാരമാണെന്നാണ് ബ്രിട്ടീഷ് സ്പോർട്സ് ജേർണലിസ്റ്റുകൾ ഒന്നടങ്കം വിലയിരുത്തുന്നത്. ലിവർപൂൾ ഡ്രസ്സിംഗ് റൂമിൽ പലതും പുകയുന്നുണ്ടെന്ന് നേരത്തെയുള്ള വാർത്തയാണ്. ലീഡ്സ് യുണൈറ്റഡുമായുള്ള മത്സരശേഷം ഡൊമിനിക് സോബസ്ലായി പ്രതികരിച്ചതിങ്ങനെ: ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്നത് ഡ്രസ്സിംഗ് റൂമിൽ തന്നെ തുടരണം. അത് പബ്ലിക്കിനുള്ളതല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. സോബ് നൽകിയതൊരു സൂചനയായിരുന്നു. 33 വയസ്സുള്ള സലാഹിന്റെ ഭാവി എന്താണ് എന്നാണ് ഇനിയുള്ള ചോദ്യം. വീക്കിൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പോണ്ടെന്ന സ്വപ്നതുല്യമായ പ്രതിഫലം സലാഹിനുണ്ട്. അതുപോലൊരു ഡീൽ ഈ പ്രായത്തിൽ സലാഹിന് മറ്റൊരു യൂറോപ്യൻ ടീം കൊടുക്കുമോ എന്ന് കണ്ടറിയണം. പക്ഷേ സൗദി ക്ലബ്ബുകൾ സലാഹിനായി എന്തു നൽകാനും തയ്യാറാണ്.
അറബ് സ്വത്തും കൂടിയുള്ള സലാഹിന് പിന്നാലെ സൗദി ക്ലബ്ബുകൾ വമ്പൻ തുകയുമായി റോന്തു ചുറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പുതിയ സാഹചര്യങ്ങളിൽ ജനുവരി വിൻഡോയിൽ സൗദി ക്ലബ്ബുകൾക്കും കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ ലിവർപൂളിൽ കരാർ ബാക്കിയുണ്ട് എന്ന യാഥാർത്ഥ്യം ബാക്കി നിൽക്കുന്നു. സ്ലോട്ടിൽ ലിവർപൂൾ ഇനി എത്ര കാലം വിശ്വസിക്കുമെന്ന ചോദ്യവുമുണ്ട്. എന്തുതന്നെയായാലും ലിവർപൂളിൽ നിന്നും സലാഹോ, സലാഹിൽ നിന്നും ലിവർപൂൾ ആരാധകരോ ഇതുപോലൊന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല.